ഇടയ്ക്ക് നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിതയ്ക്ക് കൈവന്നിരുന്നു. നിലയത്തിലെ ശാസ്ത്ര പരീക്ഷണങ്ങളിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും സുനിത പങ്കെടുക്കുന്നുണ്ട്. അതേസമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ന് തിരികെ ഭൂമിയിലെത്തുമെന്ന് കൃത്യമായ ഉറപ്പില്ലാതെ കഴിയുകയാണ് സുനിത വില്യംസും. ദീർഘകാലം ബഹിരാകാശത്ത് കഴിഞ്ഞതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടയിലും സുനിത വില്യംസ് വിശ്രമിക്കാനില്ല. ബഹിരാകാശ നിലയത്തിൽ ലെറ്റ്യൂസ് എന്ന പച്ചക്കറി വളർത്തുകയാണിപ്പോൾ സുനിത. കൂടുതൽ കാലം കഴിയുന്നത് കൊണ്ട് തന്നെ ഭക്ഷണത്തിന് വേണ്ടിയാണ് ചെടി വളർത്തുന്നത് എന്ന് കരുതിയാൽ തെറ്റുപോയി. ഭൂഗുരുത്വം കുറഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിന്റെ അളവ് എത്രത്തോളം സസ്യങ്ങളെ സ്വാധീനിക്കുന്നു എന്നറിയാനുള്ള പരീക്ഷണമാണ് സുനിത വില്യംസ് നടത്തുന്നത്. ഭാവിയിലെ ഗ്രഹാന്തര ബഹിരാകാശ പദ്ധതികൾക്കും ഭൂമിയിലെ കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗവേഷണമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. ഇതിന്റെ ഫലമനുസരിച്ച് പുതിയ കൃഷി രീതികൾ ഭൂമിയിലും നടപ്പിലാക്കാനാകും. ഈർപ്പത്തിന്റെ അളവ് എങ്ങനെ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു, അവയിലെ പോഷകങ്ങളുടെ അളവിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പരീക്ഷണം നടത്തുന്നത്. ബഹിരാകാശത്ത് സുസ്ഥിര കൃഷി എങ്ങനെ സാധ്യമാകുമെന്നും അതിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയെന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പരീക്ഷണത്തിലൂടെ ലഭ്യമായേക്കും. അതുപോലെ തന്നെ ഭൂമിയിൽ ജലലഭ്യത കുറവുള്ള സ്ഥലങ്ങളിലും കൃഷി ചെയ്യാനുള്ള അവസരമൊരുക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ സുനിത വില്യംസിനൊപ്പം ബുച്ച് വിൽമോർ എന്ന ബഹിരാകാശ യാത്രികനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇരുവരും പരസ്പരം സഹായിച്ചാണ് നിലവിൽ മുന്നോട്ടു പോകുന്നത്. ബഹിരാകാശത്ത് തുടരുന്ന എല്ലാ ദിവസവും നിർബന്ധമായും അൾട്രാസൗണ്ട് സ്കാനിംഗ് അടക്കമുള്ള ആരോഗ്യ പരിശോധനകൾ നടത്തിയിരിക്കണം. യാത്രികരുടെ ഹൃദയ